ഈ മെൻസ് കമ്മീഷൻ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും വരാൻ സാധ്യത ഉണ്ടാകും? 2-3 കാര്യങ്ങൾ. ഒന്ന്, പുരുഷന്മാർക്ക് ജസ്റ്റിസ് ഫ്രണ്ട്ലി ആയിട്ട് പോകാനൊരു സ്ഥലം. ഉദാഹരണം, എൻ്റെ കേസ് തന്നെ എടുത്ത് പറയാം. എനിക്ക് വനിതാ കമ്മീഷനൊക്കെ പലപ്പോഴും കോമഡി ആയിട്ടാണ് കേൾക്കാറുള്ളത്. കുറച്ചുകൂടെ നന്നായി പ്രവർത്തിക്കും. വനിതാ കമ്മീഷനെ മോശമായിട്ടല്ല, കുറച്ചുകൂടെ നന്നായി പ്രവർത്തിക്കും. പണ്ടൊരു ഓഡിയോ ക്ലിപ്പൊക്കെ കേട്ടിട്ടില്ലേ? ഞാൻ യൂത്ത് കമ്മീഷന്റെ ഭാഗമായിരുന്നു. അവർ മരണപ്പെട്ടു. അവരിപ്പോ ഇല്ല. പക്ഷെ അതിന്റെ പ്രശ്നം എന്താ അറിയാമോ? ലിമിറ്റേഷൻസ് ഇല്ലെന്ന് പറയുന്നില്ല. എന്താണ് കമ്മീഷൻ എന്നും കൂടെ സാധാരണക്കാർ അറിഞ്ഞിരിക്കണം. കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്, അല്ലെങ്കിൽ അർദ്ധ ജുഡീഷ്യൽ ബോഡിയാണ്. കമ്മീഷന് നമ്മളെ വിളിക്കാനും തെളിവെടുക്കാനും തെളിവ് ചോദിക്കാനും ഒക്കെ ഉള്ളൊരു റൈറ്റ് ഉണ്ട്. റെക്കമെൻഡേറ്ററി പവർ ഉണ്ട്. ഒരു അർദ്ധ ജുഡീഷ്യൽ ബോഡിയാണ്. എനിക്കെതിരെ ഒരു വ്യാജ പരാതി വന്നു എന്നിരിക്കട്ടെ, ഞാൻ എവിടെ പോവും? എനിക്ക് പോകാനൊരിടമാണ്. അപ്പം കമ്മീഷൻ 2 പേരെയും കൂടെ വിളിക്കുന്നു. ഇങ്ങനെ തന്നെയാണ് കാര്യങ്ങളും നോക്കൂ. ഇങ്ങനെ പോകാനൊരു സ്പേസിന് വേണ്ടിയാണ് കമ്മീഷൻ. ഞാൻ യൂത്ത് കമ്മീഷൻ്റെ സംസ്ഥാന യൂത്ത് ഡിഫൻസ് ഫോഴ്സിൻ്റെ കോർഡിനേറ്റർ ആയിരുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ട്, ശരിക്കും പറഞ്ഞാൽ സെക്കൻഡാണ്, നമ്മുടെ കേരളമാണ് ഒരു യുവജന കമ്മീഷൻ കൊണ്ടുവന്നത്. ആ യുവജന ശ്രീ R.V. രാജേഷ് ആയിരുന്നു എൻ്റെ ചെയർപേഴ്സൺ. ഞാനായിരുന്നു യൂത്ത് ഡിഫൻസ് ഫോഴ്സിൻ്റെ ഒരു കേരള കോർഡിനേറ്റർ. നമുക്കന്ന് 1 കോടി രൂപ എന്തോ മാണിസാറിൻ്റെ സമയത്തായിരുന്നു. മാണിസാർ 1 കോടി രൂപ എന്തോ ബഡ്ജറ്ററി അലോക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് അവയർനെസ് കിട്ടാം. മറ്റേ മാരിറ്റൽ എഡ്യൂക്കേഷൻ, ആൻറ്റി ഡ്രഗ് ക്യാമ്പയിൻ, യൂത്തിനെ എഫക്റ്റ് ചെയ്യുന്നത് 18 മുതൽ 40 വയസ്സ് വരെയുള്ളവരെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ ജസ്റ്റിസ് ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടാം. അപ്പം പുരുഷ കമ്മീഷൻ പോലും ഈ കാര്യങ്ങളൊക്കെ. നാളെ ആരെങ്കിലും എന്നെ എന്താ പറയണേ, എന്നെ ഈ തെറ്റായി എന്നെ അക്യൂസ് ചെയ്തു തുടങ്ങിയ കാര്യങ്ങൾ, നമുക്ക് പോകാനൊരു സ്ഥലമുണ്ട്. എസ്പെഷ്യലി ഈ വനിതകളുടെ കേസിൽ ഈ വ്യാജ പരാതികൾ കുന്നോളം വരുന്നുണ്ട്. അതിനെതിരെ ഒരു പ്രതിവിധി കൂടെയാണ് ഞാൻ ഇനിയും നമ്മുടെ പേരെടുത്ത് പറയാൻ എനിക്ക് റൈറ്റ് ഉള്ളതുകൊണ്ട് പേരെടുത്ത് പറയണേ, കാരണം നമ്മളെല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണ്. ഇത് കേരളത്തിൽ മാത്രമല്ല, നമ്മുടെ ശശി തരൂർ സാർ വിശ്വ പൗരനാണ്. ശശി തരൂർ ഇന്ത്യയുടെ അഭിമാനമാണ്. ശശി തരൂർ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ എന്ന് പറഞ്ഞാണ് നമ്മുടെ അർണബ് ഗോസ്വാമി റിപ്പബ്ലിക്കിൽ എൻ്റെ അടുത്ത വലിയൊരു സുഹൃത്താണ്. ഇവർ 2 പേരും നമ്മൾ അടുത്ത സൗഹൃദം സൂക്ഷിക്കുന്നവരാണ്. അർണബ് ഗോസ്വാമി ഒരു ക്യാമ്പയിൻ ചെയ്തു. സുനന്ദ പുഷ്കർ മർഡേർഡ് ക്വസ്റ്റ്യൻ മാർക്കൊക്കെ ഇട്ട് ചെയ്തു. ഞാൻ അന്ന് ശക്തമായി തരൂർ സാറിനെ ഡിഫെൻഡ് ചെയ്യുന്നതാണ്. ഞാനും അർണബ് ഗോസ്വാമിയും തമ്മിൽ ഈ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. മീഡിയക്കാർക്കത് TRP മാത്രമാണ്, പക്ഷേ ഒരാളെ അഫക്റ്റ് ചെയ്യപ്പെടുന്ന അയാളുടെ ജീവിതമാണ്. നമ്മുടെ സുശാന്ത് സിംഗ് രാജ്പുട്ട്, നോർത്ത് ഇന്ത്യയിൽ ധോണിയായിട്ടൊക്കെ വിളിച്ച് ഈ നമുക്ക് കഴിവുള്ള ചെറുപ്പക്കാരൻ ഡിപ്രഷൻ വന്ന് ആത്മഹത്യ ചെയ്തു. ഏറ്റവും വേദനാജനകമാണ്. പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക് നമ്മുടെ പ്രളയത്തിന് 1 കോടി രൂപ നമുക്ക് സംഭാവന തന്നതാണ് ഈ മനുഷ്യൻ, ഈ നല്ല ചെറുപ്പക്കാരൻ. പക്ഷേ അതിൻ്റെ പേരിൽ ഇയാളെ കൊന്നതാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഗേൾഫ്രണ്ടായ റിയ ചക്രവർത്തി 26 ദിവസം ജയിലിൽ കിടന്നു. നമ്മുടെ നോർത്തിൽ ഷാറൂഖ് ഖാൻ്റെ മകൻ, ഷാറൂഖ് ഖാനാണ് ഇന്ത്യൻ സിനിമാ രംഗത്തെ ഏറ്റവും വലിയ പ്രതിഭാസം. ഷാറൂഖ് ഖാൻ്റെ മകനായ ആര്യൻ ഖാനെ കള്ളക്കേസിൽ 26 ദിവസം ജയിലിലിട്ടു. സമീർ വാങ്കഡെ എന്ന് പറഞ്ഞൊരു ഉദ്യോഗസ്ഥനാണ്. അതിനുശേഷം സമീർ വാങ്കഡയ്ക്കെതിരെ ആക്ഷനൊക്കെ വരികയും മറ്റുമൊക്കെ ചെയ്തു. ഷാറൂഖ് ഖാൻ്റെ മകൻ ആര്യൻ ഖാനെതിരെ ഇപ്പം ബലാഡ്സ് ഓഫ് ബോളിവുഡ് ഒക്കെ എടുത്ത വ്യക്തിയാണ്. എന്താ കേസെന്നറിയാം? ഷാറൂഖ് ഖാൻ്റെ മകനായ ആര്യൻ ഖാൻ്റെ സുഹൃത്തിൻ്റെ സോക്സിൽ നിന്ന് 6 ഗ്രാം കഞ്ചാവ് പിടിച്ചു. ഇതാണ് കേസ്. ഷാറൂഖ് ഖാൻ്റെ മകനിൽ നിന്നല്ല, മകൻ്റെ സുഹൃത്തിൽ നിന്ന്. ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പക്ഷേ പോലീസുകാർ എന്ത് പറഞ്ഞല്ലോ, ഇതൊരു അന്താരാഷ്ട്ര മാഫിയയും ഗൂഢാലോചനയാണ്, നമുക്ക് അന്വേഷിക്കാൻ സമയം വേണോ? എന്തോന്ന് അന്വേഷിക്കാനാണ്? പലപ്പോഴും നമ്മൾ കേട്ടിട്ടില്ലേ, അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്, എന്തോന്ന് അന്വേഷിക്കാനാണ്? ഇതിൻ്റെ പ്രശ്നം ഷാറൂഖ് ഖാൻ്റെ മോനല്ലേ, കുറച്ച് ദിവസം ജയിലിൽ കിടക്കട്ടെ, ഈ ആറ്റിറ്റ്യൂഡാണ്. ഇത് നമ്മുടെ നാടിനെ ഒരു നാട്ടിൻ്റെ നീതിയിലും സത്യത്തിലും നമുക്ക് വിശ്വാസം നഷ്ടപ്പെട്ടാൽ ആ നാട്ടിലുള്ള വിശ്വാസം നഷ്ടപ്പെടും. അവിടെയാണ് അതാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ ഗാന്ധിജിയൊക്കെ കാണിച്ചു തന്ന പാത. നമ്മുടെ ഭാഗത്തു നിന്ന് തെറ്റുണ്ടായാൽ, അതാണ് ചൗരി ചൗര ഇൻസിഡൻറ്റ്. ഗാന്ധിജി കത്തി നിൽക്കുന്ന സമയം രാജ്യം മുഴുവൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് പോകുന്നു. പക്ഷേ നമ്മുടെ ഇടയിലുള്ള കുറച്ച് തീവ്ര സ്വരക്കാരൊരു പോലീസ് സ്റ്റേഷൻ തീയിടും. ബ്രിട്ടീഷുകാരും ഇന്ത്യൻ പോലീസുകാരും അടക്കം കുറച്ച് പേര് മരിക്കും. അതാണ് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ചൗരി ചൗര ഇൻസിഡൻറ്റ്. ഗാന്ധിജി മൂവ്മെൻറ്റ് ക്യാൻസൽ ചെയ്യും. ഗാന്ധിജി പറയുന്നത് നമുക്ക് പക്വതയില്ല, നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് നമുക്ക് വരണ്ട, നമുക്ക് പോകണമെന്നുള്ളതാണ്. കാര്യം ശത്രുക്കളാണ്, നമ്മുടെ എതിർഭാഗത്ത് നിൽക്കുന്നവരാണ്, ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ആൾക്കാരാണ് ഭരിക്കുന്നത്. അതുപോലും ചെയ്യരുതെന്ന് ഒടിപ്പിക്കുന്ന ഗാന്ധിജിയുടെ സത്യസന്ധത ഇല്ലെങ്കിൽ ഈ നാട് നിലനിൽക്കില്ല. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമുക്ക് ട്രസ്റ്റ് വേണം. ആ ട്രസ്റ്റ് ഇല്ലെങ്കിൽ അതാണ് ഞാനൊരു ക്ലെയിമായിട്ട് എൻ്റെ ഒരു കാര്യം പറയാം. ക്ലെയിമായിട്ട് എടുത്താൽ മതി. ഏത് പബ്ലിക് കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചോളൂ, 100% സമയം 100% കാര്യങ്ങളിൽ 100% ആൾക്കാരോട് സത്യം മാത്രം പറയുന്നൊരു വ്യക്തിയാണ് ഞാൻ. വേറൊന്നും കൊണ്ടല്ല, സത്യം തന്നെ പറഞ്ഞ് വിജയിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം കള്ളം പറഞ്ഞ് വിജയിപ്പിക്കാൻ എന്ത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ ബി ട്രൂത്ത്ഫുൾ, ബി ഫാക്റ്റ്ഫുൾ. ആ ഫാക്റ്റ് വെച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയണം. പ്രൊപ്പഗാൻഡയിൽ നിൽക്കരുത്. അങ്ങനെ പ്രൊപ്പഗാൻഡ നമുക്ക് എതിർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ നാട് നിലനിൽക്കില്ല.